ഹായ് ഡിയേഴ്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ഞാൻ തയ്യാറാക്കുന്നത് ഒരു കാബൂളി ചന മസാല കേട്ടോ. വെള്ളക്കടല, വലിയ കടല എന്നൊക്കെ പറയുന്നൊരു കടലക്കറിയാണിത്. അപ്പം നമുക്കിത് പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയ്ക്കും ചോറിനൊക്കെ കഴിക്കാം. വെറുതെ വെള്ളം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഒരു 6 തൊട്ട് 7 മണിക്കൂർ വരെ കുതിർത്ത കാബൂളി ചന ഏകദേശം ഒരു 300 ഗ്രാമോളം കാണും. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ച് നമ്മളൊരു 3-4 വിസിൽ വരുന്നതിന് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് ഒന്ന് പൊട്ടുമ്പോൾ നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തുനിന്ന് 1-2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കൊരു 2 സവാള അരിഞ്ഞതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ കുറച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു കാബൂളി ചന വേവിച്ചപ്പോൾ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വഴന്ന് കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് 2-3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ മൂടിയൊക്കെ തുറന്ന് ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വഴന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം അതെല്ലാം കൂടെ ഒന്ന്. ഇനി അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു 3-4 പച്ചമുളക് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി അതൊരു 1-2 മിനിറ്റ് നമുക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് നന്നായിട്ട് തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി കേട്ടോ. കുറച്ച് മല്ലിപ്പൊടി കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുവാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് ഉള്ളിയിലൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. 1-2 മിനിറ്റ് വീണ്ടും ഇതുപോലൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണം മാറുന്നതിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് 1 പിഞ്ച് ജീരകപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് വെന്ത കടലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചുകൊണ്ട് ആവശ്യമില്ല കേട്ടോ. കടല വെന്ത വെള്ളമൊക്കെ ഉണ്ട്, അതിൽ തന്നെ വെന്തോളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കടലയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കടലിലൊക്കെ മസാല നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനായിട്ടാണ്. ഇനി അതിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കസൂരി മെത്തി ക്രഷ് ചെയ്തിട്ടോ അതും കൂടെ ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി കിട്ടും. പിന്നെ കടലിലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് മൂടിയൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കടലയൊക്കെ നല്ല ഒന്നുകൂടെ വെന്ത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയുള്ള കാബൂളി ചന കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിലൂടെയും പൊറോട്ടയുടെയൊക്കെ കഴിക്കാം, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.